മലയാള സീരിയലിലെയും സിനിമയിലെയും പവർഫുൾ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നമ്മുടെ കയ്യടി നേടി നാം ഏറെ സ്നേഹിച്ച ആ മുഖം ഓർമ്മയില്ലേ? ഒരു കാലത്ത് ടെലിവിഷൻ സ്ക്രീനുകളിൽ തിളങ്ങി നിന്ന അദ്ദേഹം പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനായി. എവിടെ പോയിരുന്നു അദ്ദേഹം? പുതിയ അവസരങ്ങൾ കിട്ടാതിരുന്നതാണോ, അതോ സീരിയൽ ലോകം അദ്ദേഹത്തെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേട്ടാൽ ഏതൊരു മലയാളിയുടെയും കണ്ണു നിറയും. നമ്മൾ ഏറെ ആരാധിച്ച ആ താരം തന്റെ കുടുംബത്തെ പോറ്റാൻ തിരഞ്ഞെടുത്ത വഴി ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ കിഷോർ പീതാംബരൻ, വോളിബോൾ താരം പീതാംബരന്റെയും ജയശ്രീയുടെയും മകൻ. പഠിക്കുന്ന കാലം മുതൽ അഭിനയം കൂടെ ഉണ്ടായിരുന്ന കിഷോർ AKG എന്ന നാടകത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരി, ഹരിചന്ദനത്തിലെ മഹാദേവൻ, അലകളിലെ അച്ചു, അങ്ങനെ 300ഓളം പരമ്പരകളിൽ അദ്ദേഹം വേഷമിട്ടു. ദ കിങ് ആൻഡ് കമ്മീഷണർ, സിംഹാസനം തുടങ്ങിയ സിനിമകളിലൂടെയും വെള്ളിത്തിരയിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. പക്ഷേ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. കാഞ്ചീപുരത്തെ കല്യാണം എന്ന സിനിമയിൽ വില്ലനായി അഭിനയിക്കാൻ 37 ദിവസത്തെ അവധിയെടുത്തു പോയത് കിഷോറിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചു. കിഷോറിനെ സീരിയൽ ചെയ്യില്ല, സിനിമ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന രീതിയിലുള്ള ഗോസിപ്പുകൾ സിനിമാ മേഖലയിൽ അങ്ങനെ പരന്നു. ഈ ഒരൊറ്റ വാർത്ത കാരണം അതിനു മുൻപത്തെ 17 വർഷത്തെ അദ്ദേഹത്തിന്റെ അധ്വാനം പാഴായിപ്പോയി. അവസരങ്ങൾ ഓരോന്നായി നിഷേധിക്കപ്പെട്ടപ്പോൾ 2 മാസം അദ്ദേഹം വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വന്നു. സാമ്പത്തികമായി ഏറെ തകർന്ന ആ നാളുകളിൽ തന്റെ മക്കളെയും ഭാര്യ സരിതയെയും പോറ്റാൻ കിഷോർ ഒന്നിനും മടിച്ചില്ല. അഭിനയത്തിന്റെ വെള്ളി വെളിച്ചം ഉപേക്ഷിച്ച് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അദ്ദേഹം ഒരു ഡ്രൈവറായി തന്നെ ജോലിക്കിറങ്ങി. തനിക്ക് എല്ലാ വണ്ടികളും ഓടിക്കാൻ അറിയാമെന്നും കുടുംബത്തിനു വേണ്ടി ആ ജോലി ചെയ്യുന്നതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയത് മലയാളികളെ ഏറെ സങ്കടത്തിലാക്കിയ വാർത്തയാണ്. ചെന്നൈയിൽ എയർ ഹോസ്റ്റസ് ആയിരുന്ന പ്രീതിയെ വിവാഹം കഴിച്ചതു മുതൽ ബിഗ് ബോസ് വേദിയിൽ കണ്ട ആ സ്നേഹം വരെ എല്ലാം അദ്ദേഹത്തിന് ഒരു കരുത്തായിരുന്നു. ഇന്ന് കിഷോർ പീതാംബരൻ വീണ്ടും അഭിനയ രംഗത്ത് സജീവമാണ്. സരയു എന്ന പരമ്പരയിലൂടെ അദ്ദേഹം മടങ്ങിയെത്തിയപ്പോൾ ആരാധകർ നൽകിയത് വലിയ പിന്തുണയാണ്. കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ജയിച്ച ആ നായകന് ഇനിയും നല്ല നല്ല വേഷങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ഈ ജീവിതകഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.